ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ പെന്തോസ് വാർ ഇൻ ലൈഫ് സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആരെങ്കിലും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ക്യോങ്സോജിൻ്റെ വീട്ടിലേക്ക് ഓയോനി അവളുടെ മകളെയും കൂട്ടി വന്നിട്ട് വെല്ലുവിളിച്ച് പോകുന്നതായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇതൊക്കെ കണ്ട് പേടിച്ച് നമ്മുടെ ഹാംബിയോട്, അതായത് ക്യോങ്സോജിൻ്റെ മകള് ചോദിക്കുന്നുണ്ട്, അമ്മ ഇതാരാ ഇവിടെ വന്നത്? അവൾ പറയും, അമ്മേൻ്റെ കൂടെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു, അവൾക്ക് പണ്ടേ വാശി കുറച്ച് കൂടുതലാണ്, ഇപ്പോൾ കുറച്ച് അധികമായിട്ടുണ്ട്, നീ അതൊന്നും കാര്യമാക്കണ്ട, എന്ത് സംഭവിച്ചാലും അവളുടെ മകൾക്ക് നമ്മളെ കോളേജിൽ അഡ്മിഷൻ കിട്ടാനും പോകുന്നില്ല, നീ തന്നെ ഫസ്റ്റായിട്ട് വരികയും ചെയ്യുന്നു. അതുകൊണ്ട് ഇന്ന് മുതൽ നീ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം, പാട്ടിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, ചിയോങ് ആർട്സ് ഫെസ്റ്റിലെ ട്രോഫി അതായിരിക്കണം ഇന്ന് മുതൽ നിൻ്റെ ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാംബിയോളിനെ നന്നായിട്ട് അവൾ പ്രഷർ ചെയ്യിക്കുന്നുണ്ട്. ഹാംബിയോളിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ള കാര്യത്തിനും ആവശ്യമില്ലാത്ത കാര്യത്തിനും ഒക്കെ കയറി ടെൻഷൻ അടിക്കും. അതുമാത്രമല്ല, അത് കാരണം ഒരുപാട് പ്രശ്നങ്ങളും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം. ഇവിടെ നമ്മുടെ റോന അവളുടെ അമ്മയോട് ഒരുപാട് നന്ദി പറയുന്നുണ്ട്. കാരണം അവളുടെ അമ്മയ്ക്ക് തീരെ ഇഷ്ടമല്ല റോന പാട്ട് പാടുന്നത്. പക്ഷേ ഇപ്പോൾ സ്യോജിനോടുള്ള ആ ഒരു വാശി കാരണം അവർ വീണ്ടും പാടാനായിട്ട് സമ്മതിച്ചു. അത് മാത്രമല്ല, ഏറ്റവും ബെസ്റ്റായിട്ടുള്ള സ്യോജിനേക്കാൾ ബെസ്റ്റായിട്ടുള്ള ഒരു ട്യൂട്ടറെ കണ്ടുപിടിച്ച് കൊടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാരണം അവർ നല്ല ഹാപ്പിയാണ്. സ്കൂൾ വയലൻസ് കമ്മിറ്റി നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓയോനി ഒരാളുടെ പല്ലടിച്ച് തെറിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. കാരണം അയാൾ സമ്മതിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും വെറോണയ്ക്ക് അവിടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്തൊക്കെ കാരണം സംഭവിച്ചാലും ശരി, എൻ്റെ മോൾ അവിടെ തന്നെ ഗ്രാജുവേഷൻ എടുക്കും, അതുകൊണ്ട് ഒരു കാരണവശാലും നീ പേടിക്കേണ്ട, അമ്മ എല്ലാ കാര്യത്തിനും നിൻ്റെ കൂടെ ഉണ്ടാവുന്നു. ഇതും പറഞ്ഞ് അവൾ നേരെ ചെല്ലുന്നത് നമ്മുടെ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്കാണ്. അവിടെ ജെനിയുടെ അമ്മയുണ്ടാവും. അവൾ കാല് പിടിക്കുന്ന പോലെ ഒരുപാട് സോറി പറയുന്നുണ്ട്. മാത്രമല്ല, സാറിൻ്റെ ഹോസ്പിറ്റൽ ചിലവും ഞാൻ നോക്കിക്കോളാം എന്ന് അവൾ പറയുന്നുണ്ട്. പക്ഷേ അയാൾ പറയും, എൻ്റെ മുന്നിലുള്ള 2 പല്ലാണ് നിങ്ങൾ അടിച്ചു പൊളിച്ചത്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ സോറി പറച്ചിലൊന്നും കേൾക്കേണ്ട ഒരു കാര്യമില്ല, അതിനെന്താ വേണ്ടതെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാമായിരിക്കുമല്ലോ എന്ന് പറയും. കൈക്കൂലി ഇല്ലാതെ കാര്യം നടക്കില്ലെന്ന് മനസ്സിലാക്കി ഓയോനി അവിടുന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. എങ്ങനെയാണ് കൈക്കൂലി കൊടുക്കുക എന്നൊക്കെ ആലോചിച്ച് അവൾ ആകെ വട്ടായി നിൽക്കുമ്പോഴാണ് അവളുടെ മുന്നിൽ ഒരു വഴി തെളിഞ്ഞു നിൽക്കുന്നത്. അതായത് കഴിഞ്ഞ എപ്പിസോഡിൽ അവളൊരു രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടിയിട്ട് വീട് കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ സമയത്ത് കാറിൽ ഒരു ആക്ട്രസ് വന്ന് ഇറങ്ങുന്നതും കാണിക്കുന്നുണ്ട്. ആ ആക്ട്രസിൻ്റെ ഫോട്ടോ ആണ് അവൾ അവിടെ കാണുന്നത്. അവൾ വേഗം തന്നെ രാഷ്ട്രീയക്കാരൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അവിടെ ഒരു ഹിഡൻ ക്യാമറ വയ്ക്കുന്നു. എന്തായാലും അയാൾ അവൾക്ക് ക്യാഷ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇത് വെച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ക്യാഷ് വാങ്ങിയിട്ട് ഈ ലീഡർക്ക് കൈക്കൂലിയേറ്റ് കൊടുക്കാമെന്ന് അവൾ വിചാരിക്കും. അടുത്ത സീനിൽ നമുക്ക് ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്നിട്ട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സാധനങ്ങൾ വാങ്ങിക്കുന്ന മിൻസോളിനെ കാണാം. മിൻസോളിനെ ഓർമ്മയില്ലേ, കഴിഞ്ഞ എപ്പിസോഡിൽ ഹൈറ പാലസിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ട്യൂഷൻ എടുക്കാൻ വേണ്ടി വരുന്ന ട്യൂട്ടർ, അവളാണ് ഈ മിൻസോൾ. ഫിനാൻഷ്യലി വളരെയധികം വീക്കാണ് ഇവളെന്ന് നമുക്ക് ഈ പ്രൊഡക്ട്സ് വാങ്ങിക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ഇപ്പോൾ മിൻസോൾ ഉള്ളത് പെൻഹൗസിലാണ്. അവിടുത്തെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ ഇവളുടെ ക്ലാസ് മൈൻഡ് ചെയ്യാതെ സുക്യോങ് അവിടെ ഫോണിൽ കളിച്ചിരിക്കുകയാണ്. ഇത് ശ്രദ്ധിക്കുന്ന മിൻസോൾ പറയുന്നുണ്ട്, നീ കുറച്ച് നേരം നിൻ്റെ ഫോണൊന്ന് മാറ്റി വെക്കുക, എന്നിട്ട് ഈ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നു. പക്ഷേ അവൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീണ്ടും അവിടെ തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ മിൻസോൾ അവിടുന്ന് എഴുന്നേറ്റ ശേഷം സുക്യോങ്ങിൻ്റെ പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുന്നുണ്ട്. അപ്പോഴാണ് അവൾക്ക് ആ ഒരു കാര്യം മനസ്സിലാവുന്നത്, ഇവൾ പുസ്തകം തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല, കാരണം അത്രയും നീറ്റായിട്ടായിരിക്കും അതുണ്ടാവുക. അപ്പോൾ അവൾ ചോദിക്കും, അല്ല സുക്യോങ്, നീയല്ലേ എല്ലാ ക്ലാസ് ടെസ്റ്റിലും പൊതുവെ ഫസ്റ്റ് വരാറ്, എന്നിട്ട് നിൻ്റെ ബുക്കൊക്കെ എന്താ ഇങ്ങനെ ക്ലീൻ ആയിട്ട് നിൽക്കുന്നത്? പക്ഷേ അവൾക്കത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, മിൻസോളിൻ്റെ കയ്യിലുള്ള ബുക്സൊക്കെ വാങ്ങി അവൾ നിലത്തേക്ക് ഇടും. എന്നിട്ട് പറയും, ഇവിടെ എല്ലാവരും ക്യാഷിന് വേണ്ടിയിട്ടാണ് വരുന്നത്, നീയും അതിന് വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ വരുന്നത്, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട, ഞങ്ങളെ പഠിപ്പിച്ച് പോയാൽ മാത്രം മതി, പ്രത്യേകിച്ച് എൻ്റെ കാര്യത്തിൽ നീ തീരെ ഇടപെടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് ചീത്ത പറയുന്നുണ്ട്. ചെയർമാൻ ജോ പെൻഹൗസിലേക്ക് വരുമ്പോൾ മിൻസോളിൻ്റെ കീറി പറഞ്ഞ അഴുക്ക് പറ്റിയ ഷൂ കാണും. അത് കാണുമ്പോൾ തന്നെ അയാൾക്ക് ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സെർവൻറ്റിനെ വിളിച്ചിട്ട് പറയും, ഇതെടുത്ത് പുറത്തേക്ക് ഇടുന്നു. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് മിൻസോൾ ഇത് കേട്ടുകൊണ്ട് വരികയായിരിക്കും. അവളുടെ കൂടെ തന്നെ ഷിംസൂയാനും അതുപോലെ തന്നെ മക്കളും ഉണ്ട്. ഷിമ്മ് ചെയർമാൻ ജൂവിന് മിൻസോളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സെർവൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഷൂ വാങ്ങി മിൻസോൾ ഡോറിനടുത്ത് എത്തുമ്പോഴായിരിക്കും ചെയർമാൻ ജൂ പറയുക, ഇനി ഇതുപോലെ ട്യൂട്ടർമാരെയൊന്നും ഇവിടേക്ക് വിളിച്ച് കയറ്റരുത്. അത് മാത്രമല്ല, അവൾക്ക് തീരെ വൃത്തിയില്ല, അവളുടെ ഷൂ കണ്ടില്ലേ, അവൾ തൊട്ട ഗ്ലാസ് അതുപോലെ തന്നെ എല്ലാം ബാത്റൂം ഒക്കെ ക്ലീൻ ചെയ്ത് ഇപ്പം തന്നെ ഇടണം, ഇനി ഇതുപോലെ ആവർത്തിക്കുകയെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവളെ ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട്. മിൻസോളിന് ഇത് കേട്ടിട്ട് വിഷമമായി നിറഞ്ഞ ഷിമ്മ് അവളുടെ പിന്നാലെ ചെന്നിട്ട് അവളുടെ മക്കൾക്കും അതുപോലെ തന്നെ ചെയർമാൻ ജൂനും വേണ്ടിയിട്ട് അവളോട് സോറി പറയുന്നുണ്ട്.
അപ്പോൾ അവൾ പറയും അതൊന്നും കുഴപ്പമില്ല മാഡം, എൻ്റെ ജോലി ഇതാണല്ലോ, ഞാനൊരു ട്യൂട്ടറല്ലേ, അപ്പോൾ എനിക്കതൊന്നും പ്രശ്നമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. അടുത്ത സീനിൽ എക്സാമിന് ബ്ലാങ്ക് ഷീറ്റ് കൊടുത്തതിന് ജിസുക്യോങ്ങിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുകയാണ് ജുദന്തെ. അവൾക്കാണെങ്കിൽ വോക്കൽ മ്യൂസിക് തീരെ ഇഷ്ടമല്ല. അവളുടെ ആഗ്രഹം തന്നെ അബ്രോഡിൽ പോയിട്ട് പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ അയാളുടെ ആഗ്രഹം അവളെ ഒരു ഫേമസ് ആയിട്ടുള്ള വോക്കലിസ്റ്റ് ആക്കുക എന്നുള്ളതാണ്. ഇവർ തമ്മിൽ ഒരു വലിയ തർക്കം തന്നെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ അയാളുടെ ഒരു സീക്രട്ട് റൂമിലേക്ക് പോവുകയാണ്. അത് കാണുമ്പോൾ തന്നെ സൊക്കുവിന് ഇതിൽ ഇടപെടുന്നുണ്ട്. എന്ത് പറയാം അച്ഛ, ഞങ്ങളോട് ക്ഷമിക്കണം, അവളിത് പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചല്ല, അവളെ ഞാൻ പറഞ്ഞ് നന്നാക്കിക്കോളാം, ഇത്തവണത്തേക്ക് ഞങ്ങളോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് അപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ അയാളിത് കേൾക്കില്ല എന്ന് മാത്രമല്ല സൊക്കുവിന് നല്ല അടിയും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവൻ ആകെ ദേഷ്യം വന്നിട്ട് പറയും, ഇനി ഒരിക്കലും ഇവളുടെ മേത്ത് നിങ്ങൾ തൊട്ടു പോകരുത്, അതിന് പകരം എന്നെ നിങ്ങൾ ശിക്ഷിച്ചോളൂ എന്ന് പറയും. അല്ലെങ്കിലും അവളെ അടിക്കുന്നതിനേക്കാളും കൂടുതൽ നിനക്ക് വേദനിക്കുമ്പോഴായിരിക്കും അവൾക്ക് കൂടുതൽ വേദനിക്കുക എന്ന് പറഞ്ഞിട്ട് സൊക്കുവിനെയും കൂട്ടിയിട്ട് ആ റൂമിൻ്റെ ഉള്ളിലേക്ക് അയാൾ ചെല്ലും. സുക്യോങ് ഒരുപാട് നിലവിളിക്കുന്നുണ്ട്, അച്ഛാ ഇനി ഇത് ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല, ചേട്ടനൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് നിലവിളിക്കുന്നുണ്ട്. അപ്പോഴാണ് വീട്ടിൽ ആരും ഫോൺ എടുക്കാത്തതിൽ പേടിച്ചിട്ട് ഷിമ്മ് വീട്ടിലേക്ക് പെൻ്റ് ഹൗസിലേക്ക് കയറി വരുന്നത്. അപ്പോൾ സെർവൻറ്റിനോട് ചോദിക്കും മക്കളെന്താ ഫോൺ എടുക്കാത്തതെന്ന്. അപ്പോൾ അവർ പറയും കുട്ടികൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന്. ക്ഷീണിച്ച് വരുന്ന സുക്കുവിനെ കാണുമ്പോൾ തന്നെ അവൾ ആകെ ടെൻഷൻ അടിച്ചിട്ട് ചോദിക്കും, നിങ്ങളെന്താ ഫോൺ എടുക്കാത്തത്, നിനക്ക് എന്താ പറ്റിയത്, നിനക്ക് തീരെ വയ്യ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൊക്യോങ് ആകെ ദേഷ്യം പിടിച്ചിട്ട് അവളോട് പറയും, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്തൊന്നും നിങ്ങളെ ഈ വീട്ടിൽ കാണില്ലല്ലോ, എന്താ നിങ്ങൾ മനഃപൂർവ്വം അങ്ങനെ ചെയ്യുകയാണോ, ഇനി മേലാൽ ഞങ്ങളെ കാര്യത്തിൽ ഇടപെടരുത്, ഞങ്ങളെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി അകത്തേക്ക് പോകും. ഇത് കേൾക്കുമ്പോൾ അവൾ ആകെ തകർന്ന ഒരു മട്ടാവും. കാരണം അവൾക്ക് അവളുടെ കുട്ടികളെന്ന് പറഞ്ഞാൽ ജീവനാണ്. പക്ഷെ അവരത് മനസ്സിലാക്കാത്ത പോലെയാണ് ഇപ്പോൾ പെരുമാറുന്നത്. അടുത്ത സീനിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന മിൻസോളിനെ അവളുടെ പട്ടിക്കുട്ടിയാണ് കാണിക്കുന്നത്. മിൻസോളിന് സ്വന്തം എന്ന് പറയും ഈ ഭൂമിയിൽ ആകെയുള്ളത് ഈ പട്ടിക്കുഞ്ഞ് മാത്രമാണ്. ശരിക്കും ഹെറ പാലസിലേക്ക് ഇവൾ ട്യൂഷൻ എടുക്കാൻ തന്നെ പോകുന്നത് ഈ പട്ടിക്കുഞ്ഞിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിന് ക്യാൻസറാണ്. 2 ലക്ഷം രൂപ കൊണ്ട് ഇതിൻ്റെ ഓപ്പറേഷൻ മൊത്തം ചെയ്യാമെന്നാണ് ഡോക്ടർ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവൾക്ക് പെട്ടെന്ന് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ട് അയാൾ പറയും 3 ലക്ഷം കൂടി വേണ്ടി വരും, മൊത്തം 5 ലക്ഷമാണ് ഇതിൻ്റെ ചിലവ്. കാരണം ട്രീറ്റ്മെൻറ്റൊക്കെ ഫുള്ള് കഴിയണമെന്നുണ്ടെങ്കിൽ 5 ലക്ഷം തന്നെ വേണമെന്ന് അവളോട് പറയാണ്. അപ്പോൾ അവൾ പറയും എനിക്ക് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ രോഗം മാറി കിട്ടിയാൽ മാത്രം മതി, ഇവന് വേണ്ടി ഞാൻ എന്തും ചെയ്യും, ബാക്കി പണം കൂടെ ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ കുട്ടിയുടെ ശരിക്കുള്ള പേര് അന്നാലി എന്നല്ല, മിൻസോൾ എന്നാണ്. അന്നാലിയാണെന്ന് പറഞ്ഞിട്ട് ഇവൾ വരുന്നത് അവിടെ കുട്ടികളെ ട്യൂഷൻ എടുക്കാൻ, അതായത് ഹെറ പാലസിലെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുമാത്രമല്ല ഇവൾക്കും ഹെറ പാലസിലുള്ള കുട്ടികൾക്കും സെയിം ഏജാണ്. ഇവളുടെ കഷ്ടപ്പാട് കൊണ്ട് മാത്രമാണ് അവൾ കള്ളം പറഞ്ഞ് അവളെ ജോലിക്ക് കയറിയത്. അടുത്ത ഭാഗം കാണിക്കുന്നത് സ്കൂളിൽ നിന്ന് മ്യൂസിക് പ്രാക്ടീസ് ചെയ്യുന്ന റോനേനെയാണ്. അവളെ നോക്കിക്കൊണ്ട് യൂനി അവിടെ നിൽക്കുന്നുണ്ട്. തൻ്റെ മകൾ നന്നായിട്ട് പാടുന്നുണ്ടെന്ന് അഭിമാനം ഉണ്ടെങ്കിലും അവൾക്ക് പറ്റിയൊരു ട്യൂട്ടറെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു സങ്കടം യൂണിക്ക് നന്നായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അവിടേക്ക് ഒരു മ്യൂസിക് ടീച്ചർ വരുന്നുണ്ട്. ഈ മ്യൂസിക് ടീച്ചർ നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഫസ്റ്റ് എപ്പിസോഡിൽ ജെനീനെ മ്യൂസിക് പഠിപ്പിക്കുന്ന ആ ടീച്ചറാണ് ഇത്. നിങ്ങളുടെ മകൾ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, അവൾക്ക് ഞാൻ മ്യൂസിക് പഠിപ്പിച്ചു കൊടുത്താൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവളെ ഞാൻ നന്നായിട്ട് ട്രെയിൻ ചെയ്യിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ സാറ് വരുന്നത്. ശരിക്കും ദൈവം തന്നെ അയാളെ കൊണ്ടെത്തിച്ച പോലെയാണ് യൂണിക്ക് അപ്പോൾ ഫീൽ ചെയ്തത്. അങ്ങനെ റോണേനെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് ഈ മ്യൂസിക് ടീച്ചർ വരുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയും, നീ ഇറ്റാലിയൻ സോങ്സ് മാത്രമല്ലേ പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ, അത് മാത്രം ചെയ്താൽ പോരാ, ഇനി മുതൽ ജർമ്മൻ സോങ്സിലായിരിക്കണം നിൻ്റെ ഫുൾ കോൺസെൻട്രേഷൻ നീ കൊടുക്കേണ്ടത്. കാരണം എക്സാം നോട്ടിഫിക്കേഷനിൽ ഇറ്റാലിയൻ സോങ്സിന് പകരം ജർമ്മൻ സോങ്സ് ആയിരിക്കും ഇനി മുതൽ ഉണ്ടാവുക എന്നാണ് കണ്ടതെന്ന് പറയും. അവൾക്കാണെങ്കിൽ ജർമ്മൻ സോങ്ങിൻ്റെ ഒരു വരി പോലും തികച്ചും അറിയുണ്ടാവില്ല. അപ്പോൾ അയാൾ നന്നായിട്ട് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ അന്ന് മുതൽ ഫുൾ പ്രാക്ടീസ് ചെയ്യുന്നത് ജർമ്മൻ സോങ്സ് ആയിരിക്കും. ട്യൂഷൻ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുകയായിരിക്കും നമ്മുടെ മിൻസോൾ. അപ്പോഴാണ് അവിടേക്ക് നമ്മുടെ ച്യോങ്സ്യോജിനും അതുപോലെ തന്നെ ജുദന്തയും വരുന്നത് അവൾ കാണുന്നത്. അതിലെന്തോ ഒരു പന്തികേട് തോന്നിയിട്ട് മിൻസോളും അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട്. എപ്പോൾ മീറ്റ് ചെയ്യണമെന്ന് തോന്നുന്നു അപ്പോഴൊക്കെ ഈ ഫ്ലാറ്റിലേക്ക് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ട് ചെയർമാൻ ജു ആയിരിക്കും സ്യോജിന് ഈ ഒരു റൂമിൻ്റെ കീ കൊടുക്കുന്നത്. അവിടെ വെച്ച് അവരുടെ ആ റിലേഷൻഷിപ്പ് എങ്ങനെയുള്ളതെന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് മാത്രമല്ല അവളത് അവളുടെ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ചെയർമാൻ ജു സ്യോജിന് വേണ്ടിയിട്ട് ഒരു നെക്ലേസ് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ അവൾക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട്. കാരണം അവളുടെ ഹസ്ബൻഡ് ഇതുവരെ അവൾക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവൾക്ക് അവനോടുള്ള ഇഷ്ടം കൂടുന്നുണ്ട്.
അടുത്ത സീനിൽ മിൻസോൾ സൊക്കുവിന് വേണ്ടിയിട്ട് ക്ലാസ് എടുക്കുമായിരിക്കും. അപ്പോഴാണ് അവൾ അവിടെയുള്ള സ്നാക്സ് കാണുന്നത്. അതിൽ നിന്നും ഒന്നെടുത്ത് കഴിച്ചതിന് ശേഷം അവൾക്ക് അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ 1-2 കൂടെ എടുത്തിട്ട് അവൾ അവളുടെ ബാഗിലേക്ക് ഇടും. എന്തിനാന്ന് വെച്ചാൽ അവളുടെ പട്ടിക്കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് കണ്ടുകൊണ്ട് സൊക്യോങ് ഉള്ളിലേക്ക് വരുന്നുണ്ട്. അത് മാത്രമല്ല ഇവൾക്കിട്ട് നല്ലൊരു പണി കൊടുക്കണമെന്ന് അവൾ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട്. ക്ലാസ് കഴിഞ്ഞ് മിൻസോൾ പുറത്തേക്ക് പോകുമ്പോൾ അവൾ പോലും അറിയാതെ സൊക്യോങ്ങിൻ്റെ തന്നെ കീ ചെയിൻ എടുത്തിട്ട് അത് മിൻസോളിൻ്റെ ബാഗിലേക്ക് ഇടും. എന്തിനാന്ന് വെച്ചാൽ അവളെ കള്ളിയാക്കാൻ വേണ്ടിയിട്ടാണ്. അവൾ കുറേ പ്രാവശ്യം പറയും ഞാനങ്ങനെ ചെയ്തിട്ടില്ല, എനിക്കങ്ങനെ കട്ട് ജീവിക്കേണ്ട കാര്യമില്ല, കാരണം എനിക്ക് ജോലി ചെയ്യുന്ന ക്യാഷ് നിങ്ങളിവിടുന്ന് തരുമ്പോൾ ഞാൻ എന്തിനു വേണ്ടിയിട്ടാണ് അവളുടെ സാധനം മോഷ്ടിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവളുടെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി പല കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ചെയർമാൻ ജൂ അങ്ങോട്ടേക്ക് വരുന്നു. ഇതൊക്കെ കണ്ടിട്ട് ഷിമ്മിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. കാരണം അവൾക്ക് ഉറപ്പുണ്ട് മിൻസോൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ള കാര്യത്തിൽ. അവളുടെ മകളും ഭർത്താവും എല്ലാവരും ഇവളെ കള്ളിയാക്കാൻ ശ്രമിക്കുകയാണെന്നും അവൾക്ക് നന്നായിട്ട് ബോധ്യമുണ്ട്. പക്ഷേ ഒരു വിധത്തിൽ ഇവളെ പോകാൻ സമ്മതിക്കാതെ സൊക്യോങ് അവിടെ പിടിച്ചു വെക്കും. എന്നിട്ട് അവളുടെ ബാക്കി കൂട്ടുകാരെയും കൂടെ വിളിച്ചിട്ട് എല്ലാവരും കൂടെ ഇവളെ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിടുകയും അങ്ങനെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്നുണ്ട്. മിൻസോളിന് കൊടുക്കാൻ വേണ്ടിയിട്ട് പുതിയ ഷൂ വാങ്ങിയിട്ട് അത് കൊടുക്കാൻ പറ്റാത്ത വിഷമത്തിലിരിക്കുകയാണ് നമ്മുടെ ഷിം. അങ്ങോട്ടേക്ക് കയറി വരുന്ന സൊക്യോങ്ങിനെ കണ്ടിട്ട് അവൾ ചോദിക്കുന്നുണ്ട്, നീ എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ആ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് നമുക്ക് 2 പേർക്കും അറിയാം, പിന്നെ എന്തിനു വേണ്ടിയിട്ട് അവളെ കള്ളിയാക്കിയെന്നൊക്കെ. അപ്പോൾ അവൾ പറയും, നിങ്ങൾ എന്തിനാണ് ഈ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ തീരെ താല്പര്യമില്ല. എന്നോട് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ നിങ്ങൾ എൻ്റെ സ്വന്തം അമ്മയല്ല എന്നുള്ള സത്യമൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങളായിട്ട് തന്നെ നിന്നാൽ മതി, എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ വേണ്ടി വരണ്ട. അത് കേൾക്കുമ്പോൾ ഷിം ആകെ ഞെട്ടും. കാരണം ഇവർ സീക്രട്ടാക്കി കൊണ്ടുവച്ച കാര്യമാണ് ഇപ്പോൾ മക്കൾ വെട്ടി തുറന്ന് ചോദിക്കുന്നത്. എൻ്റെ ഗ്രാജുവേഷൻ ഡേക്കോ എൻ്റെ ബർത്ത്ഡേക്കോ ഒന്നും നിങ്ങളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം മകൾക്ക് വേണ്ടിയിട്ട്, ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുട്ടിയല്ലേ നിങ്ങളുടെ മകൾ, അവൾക്ക് വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ജീവിക്കുന്നത് തന്നെ. അവളോടുള്ള ഒരിത്തിരി സ്നേഹം പോലും ഞങ്ങളോട് നിങ്ങൾക്ക് ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ ഒരുപാട് ഷൗട്ട് ചെയ്യും, അതുപോലെ തന്നെ വിഷമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ഷിൻസൂരിയാൻ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങൾ എൻ്റെ സ്വന്തം മക്കളെ പോലെയാണ്, നിങ്ങളെ ഞാൻ പ്രസവിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ എൻ്റെ സ്വന്തം മക്കൾ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവൾ കെട്ടിപ്പിടിച്ച് കാര്യം. പക്ഷേ ഇതൊന്നും കേൾക്കാതെ അവൾ അവിടുന്ന് പോവുകയാണ്. പിറ്റേ ദിവസം വോക്കൽ മ്യൂസിക്കിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതായിരിക്കും റോന. അപ്പോഴാണ് അവളവിടെ ആ നോട്ടീസ് ബോർഡ് കണ്ടിട്ട് ഞെട്ടുന്നത്. കാരണം ജെനിയുടെ മ്യൂസിക് ടീച്ചർ അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ജർമ്മൻ സോങ് പ്രാക്ടീസ് ചെയ്യാനാണ്, ഇറ്റാലിയൻ സോങ് ഇനി മുതൽ ഉണ്ടാവില്ല എന്നാണ് അവളോട് പറഞ്ഞത്. പക്ഷേ ആ നോട്ടീസ് ബോർഡിൽ ഇറ്റാലിയൻ സോങ് തന്നെയായിരിക്കും അവൾ കാണുന്നത്. ശരിക്കും ആ മ്യൂസിക് ടീച്ചർ അവൾ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തന്നെ സ്യൂജിൻ്റെ നിർദ്ദേശപ്രകാരമാണ്, മോളെ നീ പേടിക്കണ്ട, നീ പഠിച്ച പാട്ടില്ലേ പണ്ടൊക്കെ പാടിക്കൊണ്ടിരുന്ന ആ പാട്ടന്നെ നീ ഇവിടെ പാടുന്നൊക്കെ പറഞ്ഞിട്ട് യൂനി ഒരുപാട് അവളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ അവളുടെ എല്ലാ കോൺഫിഡൻസും ചോർന്നു പോയിട്ടുണ്ടാവും. പെട്ടെന്ന് യൂനി എന്ത് ചെയ്യുന്നു വെച്ചാൽ അവൾ പഠിച്ചിരുന്ന ആ പാട്ട് തൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് പാടും. അപ്പോൾ റോണയും ആ പാട്ട് കേട്ടിട്ട് അവളുടെ കൂടെ പാടും. അങ്ങനെ അവൾ വീണ്ടും കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും നമ്മുടെ ഹാംബ്യോളില്ലേ സ്യോജിൻ്റെ മകൾ, അവൾ വളരെ വിഷമിച്ചിട്ട് ദേഷ്യം പിടിച്ചിട്ട് ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണാൻ കരഞ്ഞുകൊണ്ട്. അത് കണ്ടുകൊണ്ടിരിക്കുന്ന ജെനി സൊക്യോങ്ങിനോടായിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്ത് തോന്നുന്നു ഇവൾ ഈ എക്സാം തോൽക്കുമോ? അപ്പോൾ അവൾ പറയും, ഒന്നും നടക്കാൻ പോകുന്നില്ല, ഇനി എന്ത് സംഭവിച്ചാലും അവളുടെ മുത്തശ്ശനാണ് ഈ സ്കൂളിൻ്റെ ഡയറക്ടർ, ഇവളെ ജയിപ്പിക്കാനൊക്കെ അദ്ദേഹത്തിൻ്റെ പിടിപാട് തന്നെ ധാരാളം മതിയെന്ന്. ഇത് റോന കേൾക്കാനിടയാവുന്നുണ്ട്. എക്സാമൊക്കെ റോന നന്നായിട്ട് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അവൾ നന്നായി തന്നെ പാട്ട് പാടുന്നുണ്ട്. അത് കേട്ടിട്ട് എല്ലാ ജഡ്ജസിനും ഇഷ്ടമാവുന്നുണ്ട്. പക്ഷേ സ്യോജിന് മാത്രം അവളുടെ പാട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാൻഡിഡേറ്റ് അവിടേക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അത് നമ്മുടെ മിൻസോളായിരിക്കും. അവളാണെങ്കിൽ നേരെ കയറി ചെല്ലുന്നത് സൊക്യോങ്ങിൻ്റെ അടുത്തേക്കും. മിൻസോളിൻ്റെ പാട്ടിന് മുന്നിൽ സ്യോജിൻ പോലും വാ പൊളിച്ചിരുന്നു കൊണ്ട് അത്രയ്ക്ക് അതിമനോഹരമായിട്ടാണ് അവൾ പാട്ട് പാടുന്നത്. എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം മിൻസോൾ പോകുന്നത് ഹെറ പാലസിലേക്കാണ്. അപ്പോഴായിരിക്കും എക്സാമിൻ്റെ റിസൾട്ടും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവുക. സൊക്യോങ്ങിനായിരിക്കും ഫസ്റ്റ് കിട്ടാനാണ് ഇവരൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ സൊക്യോങ്ങിനേക്കാൾ കൂടുതൽ നന്നായിട്ട് പെർഫോം ചെയ്തത് മിൻസോൾ ആയതുകൊണ്ട് അവൾക്കാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇവരെല്ലാവരും അതിശയിച്ച് പോകുന്നുണ്ട്, ഇത് ആരാണ് ഈ മിൻസോൾ എന്നുള്ള കാര്യത്തിൽ. അപ്പോഴാണ് സൊക്യോങ്ങിന് മിൻസോളിൻ്റെ മുഖം ഓർമ്മ വരിക. കാരണം ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ അവൾ അന്നാലിയാണ്. അവൾ ഓടിപ്പോയി മിൻസോളിൻ്റെ തലേന്ന് വിഗ് ഊരിയെടുക്കും. എന്നിട്ട് ചോദിക്കും, ഓ അപ്പം നീ ഇത്രയും നാൾ ഞങ്ങളെ പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ, ആൾമാറാട്ടം നടത്തി നീ എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് പോകുമെന്ന് വിചാരിച്ചു, ഞങ്ങളുടെ കയ്യിൽ നിന്ന് ക്യാഷ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നീ കാണിച്ച ഓരോ നാടകങ്ങളായിരുന്നില്ലേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ വല്ലാണ്ട് നാണം കെടുത്തുന്നുണ്ട്. അതിനിടയ്ക്ക് അവരെല്ലാവരും കൂടെ അവളെ പെൻറ്റ് ഹൗസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. എന്നിട്ട് ബാക്കി ചോദ്യം ചെയ്യൽ അവിടെ വെച്ചിട്ടായിരിക്കും ഉണ്ടാവുക. അതേസമയം തന്നെ റോനയും അവളുടെ അമ്മയും കൂടെ റിസൾട്ട് നോക്കുന്നുണ്ടാവും. പക്ഷേ അത്ര നന്നായിട്ട് പാടിയിട്ട് പോലും അവളെ മനഃപൂർവ്വം സ്യോജിൻ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇട്ടിട്ടുണ്ടാവും.
ഇത് കണ്ടിട്ട് റോന വളരെയധികം സങ്കടപ്പെടുന്നുണ്ട്. അവൾ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടിപ്പോകും. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ ഓയോനിയും ബാക്കിൽ പോകുന്നുണ്ട്. അപ്പോഴും മിൻസോളിൻ്റെ വിചാരണ അവിടെ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ ടോർച്ചർ ചെയ്യുന്ന ആവട്ടെ ചെയർമാൻ ജൂവും പിന്നെ അതുപോലെ സൊക്യോങ്ങുമാണ്. എന്നാലും നീ എങ്ങനെയാണ് അവിടെ എക്സാം അറ്റൻഡ് ചെയ്ത്, നിനക്ക് എങ്ങനെയാണ് ഫസ്റ്റ് കിട്ടിയത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അവൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ട് ചെയർമാൻ ജൂ. അപ്പോൾ അവൾ പറയും എൻ്റെ കഴിവുകൊണ്ടാണ് എനിക്ക് ഫസ്റ്റ് കിട്ടിയത്, സാർ ഇതിൽ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് ഈ സ്ഥാനം എനിക്ക് കിട്ടിയെന്നൊക്കെ പറയും. പിന്നെ അവിടെ കള്ളം പറഞ്ഞ് ജോലിക്ക് കയറിയതിന് അവൾ സോറി പറയുന്നുണ്ട്. മാത്രമല്ല അവൾക്ക് കൊടുത്ത ട്യൂഷൻ ഫീസ് അല്ലാതെ ഒരു ചില്ലി പൈസ പോലും തനിക്ക് ആവശ്യമില്ലാന്നും ഇനി അതല്ല ട്യൂഷൻ ഫീസും റിട്ടേൺ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടുന്ന് ഒരുപാട് യാചിക്കുന്നുണ്ട്. പക്ഷേ ഇവരിതൊന്നും കേൾക്കാതെ സൊക്യോങ് അവളുടെ മുഖത്തടിക്കുക വരെ ചെയ്യുന്നുണ്ട്. ഷിം അവളെ തടയാൻ പോകുന്നുണ്ടെങ്കിലും ചെയർമാൻ ജൂ അതിന് സമ്മതിക്കുന്നില്ല. അത് മാത്രമല്ല അവളെ നിലത്തേക്ക് വലിച്ചഴിച്ചതിന് ശേഷം അവളുടെ പുറത്ത് ചവിട്ടി നിൽക്കും. എന്നിട്ട് ചോദിക്കും നിൻ്റെ പാരൻസിൻ്റെ നമ്പർ താ, ഞാൻ ഇപ്പോൾ തന്നെ അവരെ കോൺടാക്ട് ചെയ്യും. എന്നിട്ട് ചോദിക്കണം ഇങ്ങനെയാണോ നിങ്ങളുടെ മകളെ വളർത്തിയെന്ന്. അപ്പോൾ അവൾ പറയും എനിക്ക് പാരൻസ് ഒന്നുമില്ല, ഞാനൊരു അനാഥയാണ്, എൻ്റെ വീട്ടിൽ ആരുമില്ല എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ ഇവരതൊന്നും കേൾക്കാതെ വീണ്ടും അവൾ അവിടെ നിന്ന് നാണം കെടുത്തുകയാണ് ചെയ്യുന്നത്. സ്യോജിൻ്റെയും ചെയർമാൻ ജൂവിൻ്റെയും ബന്ധം ഇവൾക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇവൾ ഇവിടുന്ന് പറയുന്നുണ്ട് സാർ എൻ്റെ തെറ്റുകൾ തിരുത്താൻ വരുന്നതിന് മുന്നേ സാറിൻ്റെ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് തിരുത്താൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് അവൾക്ക് ഷിമ്മിൻ്റെ മുഖം കാണുമ്പോൾ ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം അവളും ഷിമ്മിനെ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങും. അതിന് പിന്നാലെ തന്നെ ഷിമ്മും പോകുന്നുണ്ട്. എന്നിട്ട് അവളോട് പറയും ഇന്നിങ്ങനെ സംഭവിച്ചതിനൊക്കെ ഞാൻ നിന്നോട് സോറി പറയുകയാണ്. അവരിങ്ങനെ പെരുമാറുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എന്നാലും ഞാൻ നിന്നോടൊരു കാര്യം പറഞ്ഞോട്ടെ, നീ ബാക്കി പാരൻസിൻ്റെ അടുത്തും പോയിട്ട് ക്ഷമ ചോദിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും നീ എന്തോ വലിയ തെറ്റ് ചെയ്തിട്ട് മുങ്ങിയതാണെന്ന് വിചാരിക്കും. നിൻ്റെ വക നീ തന്നെ ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവളത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷിമ്മിന് പെട്ടെന്ന് അവളുടെ ഷൂവിൻ്റെ കാര്യം ഓർമ്മ വരും. അവൾ ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഷൂ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷൂവിൻ്റെ കാര്യമാണ്. മോളെ ഒരു മിനിറ്റ് നീ ഇവിടെ നിൽക്കണേ, ഞാനിപ്പോൾ വരാം, ഒരു സാധനം എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവൾ പെൻ്റ് ഹൗസിലേക്ക് ചെല്ലുമ്പോൾ ഇവളെ ബാക്കിൽ നിന്ന് ആരോ ഫേസ് കവർ ചെയ്തിട്ട് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുള്ളത് പഴയൊരു വർക്ക്ഷോപ്പിലായിരിക്കും. അതിന് ചുറ്റും ഹെയർ പാലസിലെ പിള്ളേരും ഉണ്ടാവും. അവളെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയതും അവർ തന്നെയാണ്. ഞാനിപ്പോൾ നിങ്ങളുടെ ട്യൂട്ടറൊന്നുമല്ല, ഞാൻ പഠിപ്പിച്ച സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല മാർക്സും കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ട്യൂഷൻ ഫീസ് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അതും റിട്ടേൺ ചെയ്തേക്കാം, എന്നെ ഒന്ന് വെറുതെ വിടുമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പിള്ളേർ അവളെ ഒരു നടക്കും വിടുന്നില്ല. കാരണം അവർക്ക് എല്ലാവർക്കും നല്ല അസൂയുണ്ട് ഇവൾക്ക് ഫസ്റ്റ് കിട്ടിയതിൽ. അപ്പോൾ അവർ ചോദിക്കും നീ ഞങ്ങളുടെ സെയിം ഏജ് ആയിട്ട് ഞങ്ങളോട് കള്ളത്തരം പറഞ്ഞതും പോരാതെ ഞങ്ങളുടെ സ്ഥാനം തട്ടിയെടുക്കാൻ വേണ്ടി നീ എന്തിനാ എക്സാം അറ്റൻഡ് ചെയ്തത്, എന്തായാലും നീ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതില്ല, അതുകൊണ്ട് ഞങ്ങളുടെ വക നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാമെന്ന് പറഞ്ഞിട്ട് ഇവരവിടെ ഷാമ്പെയിൻ കൊണ്ടുവന്നിട്ടുണ്ടാവും. എന്നിട്ട് അവളെ മനഃപൂർവ്വം അത് കുടിപ്പിക്കും. അത് മാത്രമല്ല ഇതൊക്കെ അവർ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അത് അവരുടെ സ്കൂളിൻ്റെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. ഇതൊക്കെ അവർ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവൾ ആ ഒരു സ്ഥാനത്ത് നിന്ന് ഡിസ്ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കൂളിൻ്റെ ഡിസിപ്ലിൻ്റെ ഭാഗമല്ല ഈ മദ്യപിക്കുന്നതൊന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നുള്ള കാര്യം അവർക്ക് ഉറപ്പാണ്. അവളൊരു പഴയ വാനിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവർ ഡോർ ക്ലോസ് ചെയ്യും. അതിൻ്റെ കൂടെ തന്നെ അവർ കേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. കേക്കും അതിൻ്റെ മുകളിലൊരു ക്യാൻഡിലും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ വണ്ടി ഇവർ ഇളക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഇവർ ഇളക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവളിത് ആഘോഷിക്കുകയാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഷാമ്പെയിനും ഒഴിക്കും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ കേക്ക് തട്ടി മറിഞ്ഞിട്ട് ആ വണ്ടിയിൽ ഫുൾ തീ വരും. ഇവരെല്ലാ കുട്ടികളും അത് കണ്ടിട്ട് പേടിച്ച് ഓടുകയും ചെയ്യും. ഇവളെങ്ങനെയൊക്കെയോ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ അതേ സമയത്ത് തന്നെ ഓയോനി ഒരുപാട് അന്വേഷിച്ചിട്ട് അവളുടെ മകളെ കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ റോണ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് കരയായിരിക്കും. എന്നിട്ട് പറയും അമ്മ കാരണമാണ് എനിക്കിതിന് ഒന്നും കിട്ടാതെ പോയത്, ഫസ്റ്റ് കിട്ടുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്, പക്ഷെ അമ്മ ആ സ്യോജിൻ്റെ അടുത്ത് വെറുതെ വെല്ലുവിളിച്ചിട്ട് എൻ്റെ ഉള്ള ജീവിതം കൂടെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഓയോനിക്ക് ഇത് കേൾക്കല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം റോണ ശരിക്കും അപ്പോൾ ഒരു ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. എനിക്കിനി ഒരിക്കലും പാടാൻ പറ്റില്ല, ഇനി ഞാൻ ഒരിക്കലും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ തന്നെ വേദനിപ്പിക്കുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഓയോനിക്ക് ഒരുപാട് വിഷമം തോന്നുന്നുണ്ട്. എന്നിട്ട് തൻ്റെ മകളെ ചേർത്ത് പിടിച്ചിട്ട് അവൾ പറയും അമ്മ എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഒരിക്കലും തോൽക്കാൻ അനുവദിക്കില്ല, നീ വെയിറ്റിംഗ് ലിസ്റ്റിലുണ്ടല്ലോ, നിനക്ക് എന്തായാലും അവിടെ സീറ്റ് കിട്ടും, അതിനുവേണ്ടി അമ്മ ഏതറ്റം വരെ പോകുമെന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനിപ്പിക്കുന്നുണ്ട്. പെന്തോ സ്വാർ ഇൻ ലൈഫ് സീസൺ 1 രണ്ടാമത്തെ എപ്പിസോഡിലൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ ഇനി റോണയ്ക്ക് അഡ്മിഷൻ കിട്ടുമോ, മിൻസോളിൻ്റെ ചാൻസ് ഡിസ്ക്വാളിഫൈ ആവുമോ എന്നൊക്കെയുള്ള ത്രില്ലിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നെക്സ്റ്റ് എപ്പിസോഡ്സിലൊക്കെ വരുന്നത്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെയ്ക്കും ലവ് യു, ടേക്ക് കെയർ ആൻഡ് ബൈ.